നമ്മുടെ 10 മണി പൂക്കളെല്ലാം വിരിയാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. എല്ലാം ഇങ്ങനെ മുട്ടൊക്കെ കൂമ്പി വന്ന് നിൽക്കുന്നുണ്ടല്ലേ. എല്ലാം നല്ല ഇതായിട്ട് നിൽക്കുകയാണ്. ഒരു 10 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നല്ല വിടർന്നത് നിങ്ങളെ കാണിക്കാം. നമ്മുടെ പൂക്കൾ കണ്ടില്ലേ, വിടർന്ന് കണ്ണൊക്കെ തുറന്ന് രാവിലെ എഴുന്നേറ്റ് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ടോ. ഈ പൂക്കളെയൊക്കെ ഇനി കട്ട് ചെയ്ത് മാറ്റുമ്പോഴാണ് നമുക്ക് അതിലേറെ വിഷമം. എന്നാലും വിഷമിച്ചിട്ട് കാര്യമില്ല, നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ അവർ വീണ്ടും നല്ല ഉഷാറായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനി ലൈഫ്സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പച്ചക്കറി കൃഷിയല്ല, ഇന്ന് നമ്മുടെ 10 മണി ചെടികളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് 10 മണികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് എവിടെ നിന്ന് കിട്ടിയെന്നും എങ്ങനെയാണ് നട്ടതെന്നും ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കിയതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പം നമുക്ക് നമ്മുടെ 10 മണികളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് അതെങ്ങനെയാണ് മഴക്കാലത്ത് സംരക്ഷിക്കുന്നതെന്നും അതിനെ എങ്ങനെയാണ് പ്രൂൺ ചെയ്ത് നിർത്തുന്നതെന്നും അതിന് ചെയ്യുന്നതായ വളപ്രയോഗങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇത് സിൻഡ്രല്ല, പോർട്ടുലക്ക, സിൻഡ്രല്ല, അങ്ങനെ കുറേ ഉണ്ട്, ജംബോ. അപ്പം മഴക്കാലമാണെങ്കിൽ തന്നെയും നമ്മൾ നട്ടതായ 10 മണികൾ എല്ലാം നല്ല വിടർന്ന് നല്ല ഉന്മേഷത്തോടുകൂടി നിൽക്കുന്നത് കണ്ടോ. അപ്പം അന്ന് ഞാൻ നട്ടതിന് ശേഷം പിന്നെ ഇതിനകത്ത് വളമൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അപ്പം എന്നാലും നല്ല രീതിയിൽ നല്ലതുപോലെ പൂവൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇനി ഇതിനെ പ്രൂൺ ചെയ്ത് നമ്മൾ നിർത്തണം. ഇപ്പോൾ നല്ല പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരിക്കും. എന്നാലും നമ്മളതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ വീണ്ടും നല്ല തഴപ്പോടുകൂടി വളർന്നു വരികയുള്ളൂ. ഈ കട്ട് ചെയ്തതിനെ നമ്മൾ വീണ്ടും നട്ടുപിടിപ്പിക്കണം. അപ്പം നമ്മുടെ പൂക്കളെ കണ്ടില്ലേ, പലതരത്തിലുള്ളതായ പൂക്കൾ. നമ്മുടെ പിന്നെ എന്താണ് യെല്ലോയും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു പൂവ്. അപ്പം യാതൊരു കാരണവശാലും ഇതിനകത്ത് കളയൊന്നും വളർന്നു വരാതെ നമ്മൾ നോക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എന്തുകൊണ്ട് നട്ടാലും അതിനകത്ത് ചീര അങ്ങ് ആർത്തി പിടിച്ച് കയറി വരും, കണ്ടില്ലേ. അപ്പോൾ ഇവർക്ക് വരുന്നതായ വളമെല്ലാം അവരങ്ങ് കൊണ്ടുപോകും. അപ്പോൾ അതിനെല്ലാം നമ്മൾ പറിച്ച് മാറ്റി ഇടയ്ക്കൊക്കെ ഒന്ന് മണ്ണിളക്കിയൊക്കെ കൊടുത്താൽ നമ്മുടെ ഈ ചെടികളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇനി വളർന്ന് നല്ല രീതിയിൽ പൂവിട്ടങ്ങ് നിന്നോളും. അപ്പോൾ എല്ലാവർക്കും ഒരു ഹരമാണ് ഈ 10 മണി ചെടികൾ വളർത്തിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ഇടിവെട്ട് കളർ കണ്ടില്ലേ, എന്ത് രസമാണ് കാണാൻ. അപ്പം ക്രീമും അതുപോലെ തന്നെ പിങ്കും കൂടെ ചേർന്നിട്ട് എന്ത് രസമാണെന്ന് നോക്കിയാൽ നമ്മുടെ സാരിയുടെയൊക്കെ ഡിസൈൻ മാതിരിയൊക്കെയാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ അതിനകത്ത് എന്താണ്ട് നമ്മൾ മഞ്ഞൾ കിളിച്ച് വരുന്നു, അത് മാറ്റി വെക്കുക. അപ്പം നമ്മുടെ 10 മണികൾ ആകെ 2 ടൈപ്പാണ് ഉള്ളത്. പിന്നെ അതിനകത്തുള്ള കുറേ വെറൈറ്റീസാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഒന്ന് ഈ ഇലയുള്ളതും ഒന്ന് ഈ വട്ടത്തിലുള്ള ഇലയുള്ളതും. എങ്കിലും പൂക്കൾ എല്ലാത്തിലും കണ്ടില്ലേ പല രീതിയിലാണ് വളർന്നു വരുന്നത്. അപ്പോൾ നല്ല പിങ്കും വൈറ്റും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ. ഇതതിൻ്റെ വേറൊരു ഡിസൈനാണ്, കുറഞ്ഞ രീതിയിൽ പിങ്കും പിന്നെ ക്രീമും വൈറ്റും എല്ലാം കൂടെ ചേർന്നിട്ട്. അപ്പോൾ അതിനകത്തും ഇതിലും ഉണ്ട് ഒരു മഞ്ഞൾ. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഇതിനകത്തുനിന്ന് പറിച്ച് മാറ്റണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ 10 മണിയൊക്കെ അത് കുഴപ്പമാവും. വല്ലാത്ത കളകളൊക്കെ അതിനകത്തുണ്ട്. നമ്മൾ നടുന്നതിനേക്കാളും കൂടുതൽ കളകളായിരിക്കും മുന്നേ വരുന്നത്. ആ വളമെല്ലാം അവർ പിടിച്ചെടുക്കും. പിന്നെ നമ്മുടെ 10 മണികളൊക്കെ ഗ്രഹണി പിടിച്ച മാതിരി അങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജോലിയൊക്കെ കഴിയുമ്പോൾ ഈ 10 മണിയൊക്കെ സ്നേഹിക്കുന്നവർ, നമ്മുടെ ചെടികളെ പച്ചക്കറികളെയൊക്കെ സ്നേഹിക്കുന്നവർ എന്തുകൊണ്ടെന്നറിയാമോ, ഇതേപോലെ എല്ലാത്തിൻ്റെ ഇടയിൽ നിന്ന് കളകളൊക്കെ പറിച്ച് മാറ്റണം. ഇതിൻ്റെ കളർ കണ്ടില്ലേ, ഒരു ഓറഞ്ച് കളറും അതുപോലെ വൈറ്റും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ നമ്മുടെ 10 മണിക്ക് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് കുരുടിപ്പൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രം സ്പ്രേ ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് അതിനെ മാറ്റി നിർത്താൻ സാധിക്കും. അത് തന്നെയല്ല, നമ്മൾ ഈ കട്ട് ചെയ്യുമ്പോൾ തന്നെ കുറേയൊക്കെ അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടായിക്കോളും. എല്ലാത്തിനും ഇതേപോലെ കളകളിങ്ങനെ നിൽക്കുക. ഇനി ഇതിനെല്ലാം പ്രൂൺ ചെയ്ത് നിർത്തണം. അപ്പോൾ ഈ പൂവും കണ്ടില്ലേ, അതിൻ്റെ വേറൊരു ടൈപ്പാണിത്. ഇതിനകത്ത് ഒരു പിങ്ക് കളറും ഓറഞ്ചും കൂടെ ചേർന്നിട്ടാണ്. മറ്റേ നമ്മൾ പിങ്കും വൈറ്റും കൂടെ ആയിരുന്നു, അല്ല ഓറഞ്ചും വൈറ്റും കൂടെ ആയിരുന്നു. ഇത് യെല്ലോയും വൈറ്റും കൂടെ ചേർന്നത്. ഇത് കണ്ടോ, ഇത് വേറൊരു കളറ്, ഇത് ദാണ്ട വേറൊരു കളറ്. അപ്പുറത്ത് കാണിച്ച കളർ തന്നെയാണിത് അല്ലേ. ഇതെല്ലാം നമുക്ക് സെയിം ആണെന്ന് തോന്നും, പക്ഷേ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. കളറിലും അതിൻ്റെ ആ പൂമ്പൊടി ഭാഗത്തും ഒക്കെ നല്ല വ്യത്യാസമുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ, കണ്ടില്ലേ. ഇതും വേറെയാണ്, അതുപോലെ തന്നെ ഇതും വേറെയാണ്. ഇതിൽ പിങ്ക് കൂടുതലാണ്, മറ്റേനകത്ത് വൈറ്റ് കൂടുതലായിരുന്നു. ഇത് റെഡ് അകത്തും യെല്ലോ പുറത്തുമായിട്ടുള്ള പൂവും, ഇത് റെഡ് പുറത്തും യെല്ലോ അകത്തുമായിട്ടുള്ള പൂവും. എന്ന് വേണ്ട എന്തെല്ലാം കണ്ടാൽ പറ്റും ദൈവമേ. ഇത് ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കുമായിട്ട്.
ഇത് നല്ല അടിപൊളി കളർ കണ്ടില്ലേ, സിൻഡ്രല്ലയുടെ പിങ്ക്, ലൈറ്റ് പിങ്ക്. ഇത് സിൻഡ്രല്ലയുടെ ഡാർക്ക് പിങ്ക്. ഇത് സിൻഡ്രല്ല. എല്ലാം വേറെ വേറെ കളറാണ് കേട്ടോ. ഇതാണ്ട് ഇതും സിൻഡ്രല്ലയാണ്. പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ, മുട്ടുകളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ 10 മണി കണ്ടില്ലേ, ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഇത് ലൈറ്റ് ക്രീമാണ്. അതിനകത്ത് കണ്ടോ, അതിൻ്റെ ആ പൂമ്പൊടി ഭാഗത്ത് ഒരു ഇൻഡു ഷേപ്പിലൊക്കെ, എല്ലാത്തിനും വേറെ വേറെ ഒരു ഷേപ്പുകളൊക്കെ തന്നെയാണ്. ഇതൊക്കെ ജംബോ വർഗ്ഗത്തിൽപ്പെട്ടതാണ്, വെള്ള. ഈ ഇനമെല്ലാം ജംബോ ആണ്. അതിൻ്റെ യെല്ലോ കളറ്, അതിൻ്റെ ഓറഞ്ച് കളറ്, അതും നല്ല റോസ് കളറ്, നല്ല ലൈറ്റ് യെല്ലോ കളർ. ഇത് നോക്കിയേ എന്ത് ഭംഗിയാണെന്ന് കാണാൻ, എന്ത് ഡിസൈനാണെന്ന് നോക്കിയേ. നല്ല പെൻസിൽ വെച്ചിട്ട് വരച്ചേക്കുന്നവരുണ്ടല്ലേ, സൂപ്പറായിട്ടുണ്ട്. ഇത് നമ്മുടെ ബേബി പിങ്ക് കളർ, ഇത് ഡാർക്ക് പിങ്ക്. ഇതൊക്കെ എല്ലാ വീട്ടിലും കാണുന്ന ടൈപ്പാണ്. ഇപ്പം എല്ലാ ചട്ടിയിലും കണ്ട് നമുക്ക് ചീരയും അതിനോടൊപ്പം വളർന്നു വരുന്നുണ്ട്. ആ ചീരയൊക്കെ നമ്മൾ പറിച്ചു മാറ്റി കൊടുക്കണം. എല്ലാ ചട്ടിയിലും ഉണ്ട് കേട്ടോ, പച്ചച്ചീര. കളയെല്ലാം പറിച്ച് നമ്മൾ മാറ്റിയിട്ട് ഇതിന് വളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഇതൊക്കെ സിൻഡ്രല്ലയൊക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാനായിട്ട്. പലതരത്തിലുള്ളതായ സിൻഡ്രല്ലകളുണ്ട്. ഇത് കണ്ടില്ല, നല്ല പിങ്ക് കളറ്. അതിനകത്ത് ഒരു ഷെയ്ഡൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന സിൻഡ്രല്ലയാണിത്. ഇതൊക്കെ നിറയെ പൂക്കൾ പിടിച്ചിരിക്കുന്നു. ചില ദിവസം നല്ല ഇഷ്ടം പോലെ പൂക്കൾ കാണും, ചില ദിവസം കുറവായിരിക്കും. നല്ല ഭംഗിയുള്ളൊരു പൂവാണിത്. ഇത് നല്ല ഭംഗിയുള്ളൊരു പിങ്കും അതിനകത്തൊരു ഷെയ്ഡും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഇതാണ് അടിപൊളി പൂവായിട്ട്, എന്ത് ഭംഗിയാണ് കാണാൻ, എന്ത് വലുപ്പമാണെന്ന് നോക്കിയാൽ ഈ പൂവ്. ഇത് സൂപ്പറായിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ളതായ പൂക്കൾ ഇവിടെ ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഇത് പുറമേ ചുവപ്പും അകത്ത് യെല്ലോ കളറുമാണ്. ഇത് പുറമേ യെല്ലോ കളറും അകത്ത് റെഡ് കളറുമാണ്. കട്ട് ചെയ്ത് നിർത്തില്ല എന്നുണ്ടെങ്കിൽ ദാണ്ട ഇതേപോലെ കുരുടി നിൽക്കും ഇലകൾ. കണ്ടില്ലേ, ഇലകൾ കുരുടി നിൽക്കുന്നുണ്ട്. അപ്പം മഴയത്തൊക്കെ ഒക്കെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മളത് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴും വളം ഇട്ട് കൊടുക്കുമ്പോഴും അതിന് ഒരുപാട് മാറ്റം വരും. അപ്പോൾ ഈ പൂക്കളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കി. അത്രയും ഈ ഗ്രീൻ ബാഗിനകത്ത് ഷെയ്ഡിലോട്ട് ഇരിക്കുന്നതുകൊണ്ട് അതിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മറ്റുള്ളതൊക്കെ മഴയത്തിന് എല്ലാം നമുക്കിപ്പം ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ലല്ലോ. ഇരുന്ന സ്ഥലത്തു നിന്ന് എല്ലാം ഒന്ന് ഇളക്കിയൊക്കെ മാറ്റി വെച്ചു, അത്ര തന്നെ. ഷെയ്ഡിലോട്ട് മാറ്റി വെച്ചാൽ വളരെ നന്നായിരിക്കും. എന്നിട്ട് വെയിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പുറത്തോട്ട് വയ്ക്കാം. അപ്പം നമ്മുടെ 10 മണികളെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയാണെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട്, മിനിച്ചേച്ചി 10 മണി ഒന്ന് കാണിക്കണം, അതെന്തായി, എങ്ങനെയായി, വളർന്നു, പൂവൊക്കെ ഉണ്ടോ എന്നൊക്കെ എല്ലാ കമൻറ്റിലും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് അത് കാണിക്കാമെന്ന് വിചാരിച്ചത് തന്നെ. ഇപ്പം ഈ നമ്മുടെ ഈ 10 മണികൾക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ മഴയത്തൊക്കെ കൂടുതലിരുന്നാൽ പെട്ടെന്ന് അത് ചീഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ 10 മണി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വലിയ മനക്കട്ടിയോ തൊലിക്കട്ടിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളം വീണാൽ അതിൻ്റെ വേരൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ പിന്നെ എന്താണ് ഈ മഴ സമയത്ത് നമ്മൾ ഷെയ്ഡിലോട്ടൊക്കെ വെക്കണമെന്ന് പറയുന്നത്. സൗകര്യമുള്ളവർക്കൊക്കെ ഷെയ്ഡിലോട്ടൊക്കെ മാറ്റി വെച്ചാൽ അതിൻ്റെ വേരുകളൊക്കെ ചീഞ്ഞു പോകാതെ നമുക്ക് അടുത്ത വർഷവും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈ കൊമ്പുകളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെയും കിട്ടാൻ പ്രയാസമാണല്ലോ. അതുകൊണ്ടാണിത് മാറ്റി വയ്ക്കണമെന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം നല്ല വെയിലും ഇനുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഇപ്പോൾ ഷെയ്ഡിലോട്ടൊന്നും കയറ്റി വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് ടെറസിൽ തന്നെ ഈ മഴയും കാറ്റും എല്ലാം കൊണ്ട് ഇവിടെ തന്നെയാണ് ഇരുന്നത് കേട്ടോ. 1-2 എണ്ണമൊക്കെ ചുവടൊക്കെ പോയിട്ടുണ്ട്. ഒരു 1-2 പോട്ടിനകത്ത് വേരൊന്നുമില്ല. അപ്പം ആ ചെടിയെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാലും ബാക്കിയുള്ളതിനൊക്കെ വലിയ കുഴപ്പമില്ലാതെ നിറയെ പൂക്കളുമായിട്ട് നിൽപ്പുണ്ട്. അപ്പം നിങ്ങൾ നമ്മൾ നട്ട വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അപ്പം എല്ലാം നല്ല രീതിയിൽ ഞാനും പിള്ളേരും ഒക്കെ ചേർന്നാണ് ഇത് നട്ടത്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ വളർന്നു നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ 85 ടൈപ്പോളം 10 മണികളാണ് നമ്മുടെ കൈവശം ഉള്ളത്. അപ്പോൾ അത് നമ്മൾ നല്ലതുപോലെ പ്രൂൺ ചെയ്ത് അത് പിന്നെ വേറൊരു ചട്ടിയിലോട്ട് നടുന്ന രീതിയൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ വളപ്രയോഗം കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അന്ന് നട്ടതിനേക്കാളും ഒരാഴ്ചയ്ക്ക് മുമ്പ് നട്ട 10 മണിയാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ അതങ്ങ് വളർന്നു, കണ്ടില്ലേ, വളർന്നങ്ങ് താഴെ വരെ എത്തി. ഞാൻ ഇതുവരെയും പ്രൂണിങ് ഒന്നും ചെയ്തില്ല. അപ്പം പ്രൂണിങ് എന്താണെന്ന് ചിലർക്ക് അറിയാം, ചിലർക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മളിതിനെ കട്ട് ചെയ്ത് നിർത്തുന്നതിനെയാണ് പ്രൂണിങ് എന്ന് പറയുന്നത്. ഇപ്പം 10 മണി എന്തായാലും നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയെങ്കിൽ മാത്രമേ അത് പിന്നെ നല്ലതുപോലെ പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ. കട്ട് ചെയ്താൽ മാത്രം പോരാ, പിന്നെ അതിനകത്ത് ആവശ്യമുള്ളതായ വളങ്ങളും കൂടെ കൊടുക്കണം. ഇപ്പോൾ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതായ എല്ലാ തണ്ടുകളും. അപ്പം പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും അതിനെ കട്ട് ചെയ്യാൻ. എന്നാൽ നമ്മൾ കട്ട് ചെയ്തെങ്കിൽ മാത്രമേ നല്ലതുപോലെ വീണ്ടും വളർന്നു വരികയുള്ളൂ. അപ്പോൾ ഒരു ഗ്രോ ബാഗിനത്തെ മാത്രമേ കാണിക്കുന്നുള്ളൂ. എല്ലാം കൂടെ കാണിച്ചാൽ സമയം കുറേ ആകുമല്ലോ. അപ്പോൾ ഒരെണ്ണത്തിൽ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ എല്ലാം മനസ്സിലാവില്ല. എല്ലാം അതേ രീതിയിൽ തന്നെ അങ്ങ് ചെയ്താൽ മതി. നല്ലൊരു മൂർച്ചയുള്ള കത്രിക വെച്ചിട്ട് നമ്മളിതെല്ലാം കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
എല്ലാം വീണ്ടും നമ്മൾ പല കളറായിട്ടിട്ട് കുഴയ്ക്കാതെ എല്ലാം സെപ്പറേറ്റ് നടാമെങ്കിൽ അത് നല്ലത്. പിന്നെ അതെല്ലാം കൂട്ടത്തോടെ വയ്ക്കുന്നത് അത് വേറൊരു ഭംഗി. കുറേ തണ്ടുകളുണ്ട് അതിനകത്ത്. ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു വിഷമമായിരിക്കും. ഇപ്പം വളമൊക്കെ കൊടുത്ത് അത് നേരെയൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് വന്നോളും. ഇതുണ്ട്, ഒരു തണ്ടിൽ തന്നെ എത്ര എണ്ണമാണെന്നുണ്ടല്ലേ, എത്ര ശിഖരങ്ങൾ അതിനകത്ത്. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് നിർത്തി. എന്നിട്ട് നമ്മൾ എന്തുവേണമെന്ന് അറിയാമോ, ഇത് ചെറുതായിട്ടൊന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ അതിനകത്ത് ഇതുപോലെ പുല്ലുകളൊക്കെ കിളിർത്ത് വരും. ഇവിടെ എന്നുണ്ടെങ്കിൽ എല്ലാ ഗ്രോ ബാഗിനകത്തും ചീരയാണ് വളർന്നു വരുന്നത്, അല്ലാത്തതും ഉണ്ട്. ഈ സൈഡെല്ലാം നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് മണ്ണിളക്കി കൊടുക്കണം. ഇതിൻ്റെ വിത്തുകൾ കളക്ട് ചെയ്തിട്ടും വീണ്ടും 10 മണിയെ നമുക്ക് നടാം. എങ്കിൽ ഈ കൊമ്പുകൾ ഒടിച്ച് വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇത് ചേർക്കേണ്ടതായ വളം കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്, പിന്നെ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നതായ സൂപ്പർ മീൽ എടുത്തിട്ടുണ്ട്. ഇപ്പം സൂപ്പർ മീൽ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിടാം. ഒരു സ്വല്പം എല്ലുപൊടി, 1 സ്പൂൺ എല്ലുപൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു വളമാണ് ഈ സൂപ്പർ മീൽ എന്ന് പറയുന്നത്. കാണാത്തവർ ദാണ്ടെ അതൊന്ന് കണ്ടു നോക്കൂ. ഇതാണ് സൂപ്പർ മീൽ എന്ന് പറയുന്നതായ വളം. അപ്പോൾ നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റിനും അങ്ങിട്ട് കൊടുക്കാം. മാസത്തിലൊന്നെങ്കിലും നമ്മളിതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്താമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പൂക്കളും ഉണ്ടാകും, കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ചട്ടിക്കകത്തോ നമ്മളെ മണ്ണിനകത്തോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കൊണ്ടുവന്ന് നടാവുന്നതാണ്. അങ്ങണ്ടല്ലോ. ഓരോ പ്രാവശ്യവും നമ്മൾ പ്രൂൺ ചെയ്തതിന് ശേഷം കുറേശ്ശെ ഇങ്ങനെ മണ്ണും വളവും ഇട്ട് കൊടുത്താൽ ഇഷ്ടം പോലെ പൂക്കളഞ്ഞ് വന്നോളും. അപ്പോൾ നമ്മുടെ 10 മണിയിൽ നല്ലതുപോലെ പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് നമ്മൾ 1 സ്പൂൺ എപ്സം സാൾട്ടും കൂടെ എടുക്കുന്നുണ്ട്. 1 സ്പൂൺ എപ്സം സാൾട്ട് നമുക്കൊരു 10 കവറിനകത്തെങ്കിലും ഒഴിക്കാം. 1 ലിറ്ററിനകത്ത് നമ്മളിതങ്ങോട്ട് ഇടുക, 1 സ്പൂൺ എടുത്തിട്ട്. എന്നിട്ട് അത് നല്ലതുപോലെ കലക്കാം. അത് കുറേശ്ശെ എല്ലാത്തിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം കുറേ കവറുകൾ നമ്മുടെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ 1 സ്പൂണ് ഒരു 10 എണ്ണത്തിനൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം, മതി. അപ്പം 10 മണി നടുന്ന രീതിയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. എന്നാലും നമ്മൾ ഈ പ്രൂൺ ചെയ്ത് മാറ്റിയതായ കട്ടിങ്സ് നമുക്ക് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരഭാഗം പിന്നെ ഏതാണ്ട് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു സ്വല്പം നമ്മുടെ സൂപ്പർ മീലും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേപ്പിൻ പിണ്ണാക്കോ എല്ലുപൊടി എന്ത് വേണമെന്നുണ്ടെങ്കിലും കമ്പോസ്റ്റോ ഏത് വളം വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം. അപ്പം മഴ ആയതുകൊണ്ട് നമ്മുടെ സമ്പുഷ്ടീകരിച്ച കോഴിവളം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പുതിയ കോഴിക്കാഷ്ടം ഇട്ട് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ചുവടൊക്കെ ചീഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈ പോട്ടിനകത്തോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നടാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം കുപ്പിക്കകത്ത് നമ്മുടെ ബോട്ടിനകത്തൊക്കെ ഹോളിട്ടിട്ട് അതിനകത്ത് നടാം. ഏത് രീതി വേണമെന്നുണ്ടെങ്കിലും നടാം. നമ്മുടെ പൈപ്പിനകത്ത് ഒക്കെ നടാമെന്നേ ഉള്ളൂ. ഇത് അത്രയും മതി, ഒരുപാട് അങ്ങ് കുത്തി നിറയ്ക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് മണ്ണൊക്കെ വീണ്ടും സ്വല്പം ഇട്ട് കൊടുക്കണം, വളം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് വേണ്ട ഈ പൂക്കളൊക്കെ അങ്ങ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുത്തി വെച്ച് കൊടുക്കാം. ഈ പൂക്കളും തണ്ടുകളും ഒക്കെ പോട്ടെ. വളരെ ചെറിയ തണ്ടുകൾ കുഴിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഈ പൂ വെട്ടിക്കളയണമെന്ന് താല്പര്യം ഇല്ലാത്തവർക്ക് അതും അതേപോലെ അങ്ങ് വെച്ചിരുന്നാൽ മതി. ചിലർക്ക് സങ്കടമായിരിക്കും ഈ പൂക്കൾ പോകുന്നത്. അതും ഇതേപോലെ അങ്ങ് കുത്തി വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ അതിനകത്തുള്ള മുട്ടുകളൊക്കെ വന്നോളും കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പുതിയ പിന്നെ ശിഖരങ്ങളൊക്കെ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അത് നിർത്താതിരിക്കുന്നതാണ് ഉചിതം. അപ്പോൾ എല്ലാം നിറയെ നമുക്കിങ്ങനെ കുത്തി കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഇതുകൂടെ അങ്ങ് കട്ട് ചെയ്തിട്ട് അങ്ങ് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ നടുന്ന സമയത്ത് ഒരു 2 ദിവസമൊക്കെ നമ്മൾ അധികം വെയിൽ കൊള്ളാതെയും അധികം മഴവെള്ളം വീഴാതെയും ഇത് വെച്ചിരുന്നാൽ വളരെ നല്ലതാണ്. കാരണം ഇതങ്ങ് തറഞ്ഞു പോകും, അല്ലെങ്കിൽ ഒരുപാട് മഴവെള്ളം വീണാൽ. ഇത്രയൊക്കെ നട്ടാൽ മതി. അതിന് വളർന്ന് വരുമ്പോഴത്തേക്ക് നല്ല തിക്കായിട്ട് വന്നോളും. ഇങ്ങനെ നട്ടതാണ് നമ്മൾ ഇപ്പം കാണിച്ച 10 മണികളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ട്രീസ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ മനസ്സിലാവുമല്ലോ വിശദമായിട്ട്.
ഇതിനകത്ത് നമ്മൾ നോർമൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പം നടുമ്പം തന്നെ നമ്മൾ എപ്സം സാൾട്ടൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിതിനകത്ത് വെച്ചിരിക്കുന്നത്. വളർന്ന് നമ്മളിത് കുറച്ചുകൂടെ വളർന്നിട്ട് കട്ട് ചെയ്യുമ്പം നമുക്കത് പ്രൂൺ ചെയ്യുമ്പം മാത്രം നമുക്ക് എപ്സം സാൾട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേപോലെ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് കണ്ടില്ലേ ഇഷ്ടംപോലെ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ടോ. അപ്പം ഒരു 2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തുമ്പോഴത്തേക്ക് അത് നിറയെ പൂക്കളായിട്ട് നിൽക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ 10 മണിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് നട്ടുപിടിപ്പിച്ചാലും നമ്മുടെ മുറ്റത്ത് നോക്കിയാലും നമ്മുടെ ടെറസിലോട്ട്, ഞാനിപ്പം ടെറസിലാണ് നട്ടിരിക്കുന്നത്, ടെറസിൽ നോക്കിയാലും നല്ലൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയായിരിക്കും. നമ്മുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഈ പൂക്കളൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ നമ്മുടെ എല്ലാ അസുഖങ്ങളും പമ്പ കിടക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടൊന്ന് ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.